पानी दे दो ചേട്ടാ पानी दे दो മുതലാളി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മുതലാളി അത് മുതലാളി 2200 അപ്പൊ മറ്റേ പോയി അവന് പണിയായിട്ട് നേരത്തെ വീട്ടിൽ പോയി ആയിക്കോട്ടെ എന്നാ പിന്നെ നാളെ തീർത്തോ മുതലാളി നാളെ എനിക്ക് ലീവ് വേണം ലീവോ നാളെ കയ്യാളെ കൊടുക്കാൻ പറ്റില്ല ഇത് ഈ ആഴ്ച തീർക്കേണ്ട പരിപാടി അതൊക്കെ മുതലാളി കയ്യാളില്ലാതെ എങ്ങനെ ഒറ്റക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം കയ്യാള് ഞാൻ തരാം അത് ശരിയാകൂല മുതലാളി അതെന്താ ശരിയാത്ത നല്ല കയ്യാളെ ഞാൻ തരും നല്ല ആളാ നല്ല ആള് സൂപ്പർ ആളാ നാളെ വരും ഓയ് പണി എടുത്തിട്ടില്ലെന്ന് സമയം 5:15 പണി കയറിയോ പണി കയറാതെ ഓണേന്റെ ഉള്ളിലുണ്ട് മുതലാളി എവിടെ മുതലാളി എന്താ ഇതെന്താ സംഭവം എന്താ ഇന്ന് പണി എടുത്തിട്ടില്ലേ മുതലാളി കല്ല് മേലെ കിട്ടുന്നില്ല കല്ലുള്ള അതിനല്ല ഇപ്പൊ ഒരാളെ തന്നെ ഞാൻ ശരിയാവണം മുതലാളി എന്ത് പറ്റി എന്താ ചങ്ങ പറഞ്ഞു എന്ത് വർത്താനം അവൻ പറയുന്നത് ഞാൻ അവൻ പറയുന്ന സമയത്ത് കല്ലും സിമെന്റും ഒക്കെ കൊണ്ടു കൊടുത്തു എന്നല്ല എന്റെ പണി പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇല്ല മുതലാളി സിമെന്റ് കല്ലെല്ലാം ഒറ്റക്കാണ് മേലെ കൊണ്ടുപോകുന്നത് എന്താണ് ചങ്ങ ഞാൻ ഇന്നലെ 100-150 കല്ല് പടുത്തു ഇന്ന് ആകെ 30 കല്ല് പടുത്തു ഇന്നലെ എത്ര കല്ല് പടുത്തൊന്നും പ്രശ്നമില്ല ഞാൻ എടുക്കണ പണി അടുത്തേക്കണേ നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്നലെ 500 രൂപ കൂലിയെന്നില്ലേ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം നാളെ മുതൽ ഞാൻ പണിക്കൂല സത്യത്തിൽ എന്താ സംഭവിച്ചത് അത് മുതലാളി രാവിലെ 8 മണി ചേട്ടാ എനിക്ക് ചേട്ടാ വേഗം പോവാ അവിടെ ഇരുന്നാ ഒരു 10 പള്ളേക്ക് ഇറങ്ങി പോകുന്ന മണത് ആർക്കജൊക്കെ ഉണ്ടാക്കണത് പെലച്ച 8 മണിക്ക് തന്നെ പണിക്ക് വന്ന് മലയാളീസിനെ പറയിപ്പിക്കാൻ നിൽക്കരുത് ചെന്നു മണി ജൽദി ജൽദി ആവോ കല്ല് കൊണ്ടുവന്നാലേ വേഗം തീർക്കാൻ പറ്റും നജ്ജനെ കൊണ്ടേക്കത് ഇതൊരു പണിക്കാരനാ പിന്നൊക്കെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ അത് എന്ത് പണി എങ്ങനെയൊക്കെ എടുക്കണേ കല്ല് കൊണ്ടുപോവാ ചേട്ടാ രാത്രി രാവിലെ 10:45 ചേട്ടാ കൊച്ചു ഇടി ചേട്ടാ എന്താ ചേട്ടാ നിങ്ങൾ കാട്ടുന്നത് ഇങ്ങനെ ഇട്ടാലേ ഇതാകുള്ളൂ ഉച്ചയ്ക്ക് 1:45 ഹലോ ചേട്ടാ ചേട്ടാ നീക്ക് ചേട്ടാ 2 മണിയായി ഒന്ന് പോയി ചേട്ടാ നിങ്ങൾ കയ്യാളെ വന്നിട്ട് ഉറങ്ങിയാൽ എങ്ങനെ ചേട്ടാ തീരാ നിങ്ങൾ വരി കുറച്ച് കജട ചങ്ങായി എന്താ ചേട്ടാ നിങ്ങൾ തീരുള്ള ചേട്ടാ എന്താണ് നല്ല രീതിയിൽ പണിയൊക്കെയാണ് ബംഗാളികളെ നാശാക്കാനായിട്ട് ഓരോ മലയാളികൾ വല്ലാത്ത കഥയായി പോയി